Hello everyone, welcome to another video. ഇത് നമ്മളുടെ വെയിൽസ് ട്രിപ്പിൻ്റെ 4ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നലെ രാത്രി വളരെ വൈകിയാണ് നമ്മൾ എല്ലാം കണ്ടു കഴിഞ്ഞ് ബുക്ക് ചെയ്ത എയർബിഎൻബിയിലേക്ക് എത്തിയത്. 10:30-11 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വന്ന് നേരെ കയറി കിടന്നു. അപ്പോൾ ഇതിൻ്റെ ജിയോഗ്രഫിയെക്കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. രാവിലെ എണീറ്റ് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് അറിഞ്ഞത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസാണ്. വേറൊരു പ്രത്യേകിച്ചുള്ള കാര്യം, നമ്മൾ ഇന്നലെ ബുക്ക് ചെയ്തതൊരു കാരവൻ്റെ എയർബിഎൻബി ആയിരുന്നു. അതായത് ഒരു സ്റ്റാറ്റിക് കാരവൻ എന്ന് പറയും. രാത്രി ഒന്നും അറിഞ്ഞില്ല, നമ്മൾ വന്ന് കയറി കിടന്നു തുടങ്ങി. നല്ല ടയേർഡായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ വേറെ ലെവൽ സ്ഥലം. അപ്പോൾ കഴിഞ്ഞ 3 ദിവസത്തെ യാത്രയുടെ മൊത്തം ക്ഷീണം ഇന്ന് ഉറങ്ങി തീർക്കാം എന്ന തീരുമാനത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. അതായത് ഇന്ന് രാവിലെ എണീറ്റ് എങ്ങും പോകുന്നില്ല. ക്ഷീണം മാറുന്നത് വരെ കിടന്നുറങ്ങുക അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് ഇവിടെ തന്നെ ചുമ്മാതിരിക്കുക എന്നൊരു പ്ലാൻ്റെ പുറത്താണ് നമ്മൾ ഇന്നുള്ളത്. സോ അതിന് പറ്റിയൊരു സ്ഥലം തന്നെയായിരുന്നു നമ്മൾ ഇന്ന് ബുക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ കാരവൻ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ കാരവനകത്തെ കാര്യങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് വരാം. നമ്മളിവിടെ വന്ന കാലം മുതൽ കാണുന്നതാണ് മറ്റേ കാരവൻസ്, അതായത് കാറിൽ വലിച്ചുകൊണ്ട് പോകുന്ന ടൈപ്പ് ഓഫ് കാരവൻ ഉണ്ട്. അല്ലാതെ മോട്ടോർ ഹോം എന്ന് പറഞ്ഞിട്ടൊരു വാഹനം തന്നെ കാരവനാക്കി മാറ്റിയ സാധനങ്ങൾ നമ്മൾ ട്രിപ്പ് പോകുമ്പോഴും എല്ലായ്പ്പോഴും ഇവിടെ ആളുകൾ അങ്ങനെ കൊണ്ടുവന്ന് കാണാറുണ്ട് റോട്ടിലൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി പുറത്ത് തന്നെയാണ് നമ്മൾ എയർബിഎൻബി നോക്കിയപ്പോൾ ഒരു കാരവൻ സ്റ്റേ കണ്ടപ്പോൾ അത് ബുക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അത് വളരെ നല്ലൊരു തീരുമാനമായിരുന്നു എന്ന് ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോൾ മനസ്സിലായത്. സ്പേസ് മാനേജ്മെൻറ്റിൻ്റെ വളരെ നല്ലൊരു ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള കാരവൻ എന്നാണ് ഇതിനകം കണ്ടപ്പോൾ തോന്നിയത്. ഈ ഒരു ചെറിയൊരു കാരവനകത്ത് 2 ബെഡ്റൂം ഉണ്ട്, കിച്ചൺ ഉണ്ട്, ലിവിങ് ഏരിയ ഉണ്ട്, ഒരു ബാത്റൂം ഉണ്ട്. അത് വിത്ത് ഷവർ, നിന്ന് കുളിക്കാൻ പറ്റുന്ന ഷവറുള്ളൊരു ബാത്റൂമും ഉണ്ട്. വളരെ നീറ്റായിട്ട് ഡിസൈൻ ചെയ്തൊരു കാരവനാണിത്. സ്പേസൊക്കെ കുഞ്ഞായിരിക്കും, പക്ഷേ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് തോന്നില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ കംഫർട്ടബിളായിട്ട് തന്നെ നടക്കും. നന്നായിട്ട് ഉറങ്ങാം, റിലാക്സ് ചെയ്തിരിക്കാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നടക്കുന്ന നല്ലൊരു കാരവനായിരുന്നു. ഈ കാരവൻ്റെ കേസിൽ നമുക്ക് സ്വന്തമായിട്ടൊരു കാർ പാർക്ക് ഉണ്ട്. ഈ കോമ്പൗണ്ടിനകത്ത് തന്നെ കാർ പാർക്ക് ചെയ്യാൻ പറ്റി. കൂടാതെ ലിവിങ് റൂമിലിരുന്നാൽ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് വളരെ മനോഹരമായിരുന്നു. ഈ സൗകര്യങ്ങൾക്കെല്ലാം പുറമെ ബോണസായി കിട്ടിയ മറ്റൊരു സംഭവമായിരുന്നു ഈ കാരവൻ എന്ന് പറയുന്നത് ബീച്ചിന് വളരെ അടുത്താണ്. ഇന്നലെ രാത്രി നമ്മൾ ആ ബീച്ചിന് സൈഡിലൂടെയാണ് ഡ്രൈവ് ചെയ്ത് വന്നത്. പക്ഷേ ഇത്രയും അടുത്താണ് നമുക്ക് തിരിച്ചറിയില്ലായിരുന്നു. അപ്പോൾ രാത്രി അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ നമുക്ക് ബീച്ചിൽ പോയി സമയം സ്പെൻഡ് ചെയ്യാനും ഇവിടെ പറ്റും. അങ്ങനെ ഒരു നല്ല ലൊക്കേഷനിലാണ് ഈ കാരവൻ ഉള്ളത്. കൂടാതെ ഈ കോമ്പൗണ്ടിനകത്ത് ആപ്പിൾ മരങ്ങളുണ്ട്. അതിനകത്ത് ചെറിയ ആപ്പിളും ഉണ്ട്. പക്ഷെ നമുക്ക് പറിക്കാൻ പാകത്തിന് ആയിട്ടില്ല. പക്ഷേ അതും ഇവിടെയുണ്ട്. അതൊരു രസമുള്ള അനുഭവമായിരുന്നു. അങ്ങനെ നമ്മൾ തീരുമാനിച്ചതുപോലെ ഉച്ചവരെ കാരവനിൽ ചുമ്മാ ഇരുന്ന് റെസ്റ്റ് എടുത്ത് റിലാക്സ് ചെയ്തിരുന്നു. അതിനുശേഷം ഇവിടെ അടുത്തൊരു ലേക്ക് ഉണ്ട്, എന്നാൽ പിന്നെ അത് കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയതാണ്. പോകുന്ന വഴിക്ക് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറി ലഞ്ച് കഴിച്ചു. അത് കഴിഞ്ഞ് ആ ലേക്ക് സൈഡിലേക്ക് ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളൊരു സ്ഥലമാണ്. തെളിഞ്ഞ ജലമുള്ള തടാകവും അതിന് ചുറ്റും പച്ച പിടിച്ച മലനിരകളൊക്കെ ആയിട്ട് നല്ലൊരു പോസിറ്റീവ് വൈബുള്ള പ്ലേസാണ്. കുറേ ആളുകൾ നടക്കാനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നിറയെ താറാവുണ്ട്, സ്വാനുണ്ട്, സീകളുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളിവിടുന്ന് കുറേയധികം ഫോട്ടോ ഒക്കെ എടുത്തു. വളരെ നല്ല വെതറും ആയിരുന്നു. നല്ല രസമുള്ളൊരു മൂഡായിരുന്നു. ഇവിടെ ഒരു വലിയ സ്വാനുണ്ട്. ഇതാണ് ഇവിടുത്തെ ആൽഫ മെയിൽ എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇങ്ങനെ നമ്മളതിനടുത്തേക്ക് പോകുമ്പോൾ അത് വെള്ളത്തിലിങ്ങനെ ചാടിയിട്ട് നീന്തി പോകുന്നൊരു ഷോട്ട് കിട്ടാൻ വേണ്ടി വളരെ അടുത്ത് വരെ ഷൂട്ട് ചെയ്യാൻ പോയി. പക്ഷേ ആ സാധനത്തിന് എന്നൊരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഷോട്ട് കിട്ടിയില്ല. പുള്ളി മാറിയേയില്ല. ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് വേറെ പ്ലാനുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ ലേക്ക് സൈഡിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ചുമ്മാ ഡ്രൈവ് ചെയ്യാൻ തീരുമാനിച്ചു. അതായത് ഇപ്പോൾ എന്തായാലും രാത്രി 10 മണി വരെ സൺലൈറ്റ് ഉണ്ടാവും, നല്ല വെതറുമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു അടുത്തുള്ള സീനിക് റൂട്ടിലൂടെ ചുമ്മാ ഡ്രൈവ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്തു പോയപ്പോൾ തന്നെ തീരുമാനം വളരെ നല്ലതാണെന്ന് മനസ്സിലായി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. മുൻപ് നമ്മൾ അയർലൻഡിലെ കൗണ്ടി കെറിയിലും കോർക്കിലൊക്കെ പോയപ്പോൾ വളരെ വലിയ മൗണ്ടൻസ് കണ്ടിട്ട് അത്ഭുതപ്പെട്ട് നോക്കി നിന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതിനേക്കാൾ വലിയ മൗണ്ടൻസ് ആണ്. സോ വെയിൽസ് ഈസ് റിയലി എ ബ്യൂട്ടിഫുൾ പ്ലേസ്.
ആവശ്യത്തിൽ കൂടുതൽ റെസ്റ്റ് എടുത്ത് നന്നായി ഉറങ്ങിയത് കൊണ്ട് തന്നെ എല്ലാവരും നല്ല മൂഡിലായിരുന്നു. അതിന് പറ്റിയ സ്ഥലങ്ങളും നല്ല നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഡ്രൈവ് അടിപൊളി സ്ഥലങ്ങളായിരുന്നു. ഇവിടെ പോകുന്ന വഴിക്ക് നമ്മൾ വളരെ വലിയൊരു ആക്റ്റീവായിട്ടുള്ള കോറിയൊക്കെ കണ്ടു. ഇവിടെ കുറേ ആളുകൾ ഹൈക്കിങ്ങിന് പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഗ്രൂപ്പിൽ ഒരാൾ സാലി വീഡിയോ എടുക്കുന്നത് കണ്ട് കണ്ണാടിയിലൂടെ. പുള്ളി നമ്മൾ വിഷൊക്കെ ചെയ്തിട്ടാണ് നടന്നു പോയത്. അങ്ങനെ നമ്മൾ കുറേ ദൂരം ഓടിച്ച് കുറേ സമയം സ്പെൻഡ് ചെയ്ത് അവസാനം രാത്രിയായി, സൂര്യൻ അസ്തമിക്കാനായി. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഒരുപാട് സൺസെറ്റിൻ്റെയൊക്കെ നല്ല സീന് കണ്ടു. ഇപ്പോൾ എല്ലായ്പ്പോഴും നമുക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് സൺസെറ്റൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ആ കാരവൻ എയർബിഎൻബിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ബീച്ചിൽ നിന്ന് കിട്ടിയ ഷോട്ടാണിത്. വളരെ ബ്യൂട്ടിഫുൾ സ്പേസ് ആയിരുന്നു. ഇതിൻ്റെ കൂടെ പറയാനുള്ള വേറൊരു കാര്യം, നമ്മൾ 800 പൗണ്ട് കൊടുത്തൊരു ഡ്രോണ് വാങ്ങിച്ചതിൻ്റെ വിഷമത്തിലാണ് ആക്ച്വലി ഞാനുള്ളത്. പക്ഷേ ആ ഡ്രോണ് ബ്രില്യൻറ്റ് ഡ്രോണാണ് എന്നുള്ളത് ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു ഷോട്ട് കിട്ടി. ആ ഷോട്ട് കണ്ടപ്പോൾ തന്നെ ആ 800 പൗണ്ട് മുതലായി നമുക്ക് തോന്നിയത്. അപ്പോൾ ആ ഷോട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അങ്ങനെ വളരെ നന്നായി സ്പെൻഡ് ചെയ്ത ഒരു ദിവസത്തിന് ശേഷം വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ ഇന്നത്തെ രാത്രി എയർബിഎൻബിയിൽ പോയി കിടന്നുറങ്ങി. നാളെ രാവിലെ എണീറ്റ് നമ്മൾ ഈ എയർബിഎൻബിയോട് വിട പറഞ്ഞ് നമ്മളുടെ ട്രിപ്പിൻ്റെ 5ാമത്തെ ദിവസം തുടങ്ങുകയാണ്. നാളെ നമ്മൾ നോർത്ത് വെയിൽസിലേക്കാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അവിടെ കുറേ സ്ഥലങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ രാവിലെ എണീറ്റ് നമ്മൾ കാറൊക്കെ ലോഡ് ചെയ്ത് ഇതിനോട് വിട പറഞ്ഞ് നമ്മൾ യാത്ര തുടങ്ങി. നമ്മൾ വീണ്ടും ആദ്യം പോകുന്നത് സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവർ ഫുൾ ടൈം ഭക്ഷണം കഴിക്കൽ മാത്രമാണ് പരിപാടി. സത്യം പറഞ്ഞാൽ സ്ഥലം കാണലും ഭക്ഷണം കഴിക്കലുമാണ് ശരിക്കും തകൃതിയായിട്ട് നടക്കുന്നത്. ശരിക്കും തുടക്കത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ സൂപ്പർ മാർക്കറ്റിലെ ഫുഡൊന്നും മാത്രം ഇഷ്ടമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കഴിച്ച് നമ്മൾ യൂസ്ഡായി. അപ്പോൾ അത് ഒരു നൈസ് എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ ട്രിപ്പ് തുടങ്ങുകയാണ്. ശരിക്കും ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഇവിടെ ആംഗ്ലസി ഐലൻഡ് എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഉണ്ട്. അപ്പോൾ ആ ഐലൻഡിലേക്ക് പോയിട്ട് അവിടെ അബാൻഡൻ ആയൊരു കോപ്പർ മൈൻ ഉണ്ട്. ആ മൈനാണ് നമ്മളുടെ ഇന്നത്തെ 1ാമത്തെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെയിൽസിൻ്റെ മെയിൻ ലാൻഡിനെയും ഈ ആംഗ്ലസി ഐലൻഡിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് 2 ബ്രിഡ്ജുകളാണുള്ളത്. ഒന്ന് ബ്രിട്ടാനിയ ബ്രിഡ്ജ്, 2 മിനായ് സസ്പെൻഷൻ ബ്രിഡ്ജ്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ആദ്യം പോകുമ്പോൾ ബ്രിട്ടാനിയ ബ്രിഡ്ജ് വഴി പോവുക, തിരിച്ച് മിനായ് സസ്പെൻഷൻ ബ്രിഡ്ജ് വഴി വരിക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമുക്ക് 2 ബ്രിഡ്ജും കാണാമെന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് ബ്രിട്ടാനിയ ബ്രിഡ്ജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ബ്രിട്ടാനിയ ബ്രിഡ്ജ്. ഇത് 1980 ബിൽഡ് ചെയ്തതാണ്. കാണാനൊരു പ്രത്യേക രസമൊക്കെ ഉണ്ട്. ഒരു വല്ലാത്തൊരു കൺസ്ട്രക്ഷൻ ഡിസൈനാണ്. എന്തിനാണ് ഇങ്ങനെ വീട് പോലെ ബിൽഡ് ചെയ്ത് വെച്ചെന്ന് മനസ്സിലായില്ല. ബട്ട് നല്ല രസമുള്ളൊരു ബ്രിഡ്ജായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ പാസ് ചെയ്ത് അവസാനം നമ്മുടെ ഡെസ്റ്റിനേഷനായ കോപ്പർ മൈനിലേക്ക് എത്താനായിട്ട് ഒരു 5 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തും. അങ്ങനെ ഡ്രൈവ് ചെയ്ത് നമ്മൾ ഈ കോപ്പർ മൈനിന് അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ലൊരു പാർക്കിംഗ് സ്പോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ വണ്ടി നിർത്തി ഇങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ താഴെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ ജിയോഗ്രഫിയുടെ വ്യത്യാസം. മണ്ണിൻ്റെ കളറൊക്കെ അല്ലെങ്കിൽ ചെടികളുടെ നേച്ചറൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ 18ാം നൂറ്റാണ്ട് മുതൽ ചെമ്പ് ഖനനം നടന്നിരുന്ന ഒരു ഖനിയാണിത്. പക്ഷേ ഇത് ഇപ്പോൾ ആക്റ്റീവ് അല്ല, ഇപ്പോൾ അബാൻഡൻഡ് ആണ്. അപ്പോൾ ആ കാലഘട്ടം മുതൽ വളരെയധികം ചെമ്പ് ഇവിടെ നിന്ന് ഖനനം ചെയ്തെടുത്തിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ നമ്മൾ ഖനിയുടെ അകത്തേക്ക് നടക്കുകയാണിപ്പോൾ. വളരെ ബ്യൂട്ടിഫുൾ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു അത്ഭുതപ്പെടുത്തുന്നൊരു സ്ഥലമാണ്. ഇവിടെ വെള്ളത്തിന് വരെ ചുവന്ന കളർ ഉണ്ടാവും. ഈ ചെമ്പിൻ്റെ അംശം ഉള്ളത് കൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു. വളരെ വലിയ ഒരു ഏരിയയാണ്. ഇപ്പോൾ ടോട്ടലി നശിപ്പിച്ച് വെച്ച പോലെ നമുക്ക് കണ്ടാൽ തോന്നുക. പക്ഷേ ഇവിടുത്തെ മണ്ണിൻ്റെ കളർ പല സ്ഥലങ്ങളിൽ പല തരത്തിലാണ്. എനിക്ക് തോന്നുന്നത് ചെമ്പ് കൂടാതെ ഒരുപാട് മറ്റ് ധാതുക്കളുടെയും കണ്ടൻറ്റ് ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. മേ ബി ഗോൾഡ് വരെ ഉണ്ടാവും എന്ന് തോന്നുന്നു. വളരെ നല്ലൊരു സ്ഥലമായിരുന്നു. അപ്പോൾ നമ്മളവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്ത ശേഷം അവിടെ നിന്ന് തിരിച്ചു.
ഇനി നമ്മൾ പോകുന്നത് ലാൻഡിറ്റ്നോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോസ്റ്റൽ വില്ലേജ് ഉണ്ട്. അതായത് നമ്മൾ ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ സൈഡിലൂടെ ഡ്രൈവ് ചെയ്ത് ആ വില്ലേജിലേക്ക് വരും. അത് ഒരു ഫിഷർമെൻ വില്ലേജാണ്. പക്ഷേ അത് ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ആ രീതിയിൽ ഒരുക്കി വെച്ചിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ഒരു വില്ലേജാണ്. അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇനി ഈ ആംഗ്ലസി ഐലൻഡിൽ നിന്ന് വെയിൽസിൻ്റെ മെയിൻ ലാൻഡിലേക്ക് കടക്കുന്നത് മിനായ് സസ്പെൻഷൻ ബ്രിഡ്ജിലൂടെയാണ്. ആ ബ്രിഡ്ജാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ കണ്ട ബ്രിട്ടാനിയ ബ്രിഡ്ജിന് വ്യത്യസ്തമായിട്ട് ഇത് പൊക്കാനും താഴ്ത്താനും പറ്റുന്ന ബ്രിഡ്ജാണ്. അതുകൊണ്ട് അതിൻ്റെ സൈഡിൽ അതിൻ്റെ ഒരു മെക്കാനിസമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതും വളരെ പുരാതനമായ ബ്രിഡ്ജായിട്ട് തന്നെയാണ് തോന്നുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ബ്രിഡ്ജും. അങ്ങനെ ഡ്രൈവ് ചെയ്ത് നമ്മൾ ഇനി പോകുന്ന സ്ഥലത്തേക്ക് എത്താൻ ഇനിയും ഒരു 1/4 മണിക്കൂർ കൂടെ ഉണ്ട്. പക്ഷേ അതിനിടയ്ക്ക് നമ്മൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വേറൊരു സ്ഥലം കണ്ടു. അവിടെ ഒരു കാസിലൊക്കെ ഉണ്ടായിരുന്നു, ബിമാരിസ് കാസിൽ എന്ന് പറയും. അപ്പോൾ ആ കാസിൽ കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ജസ്റ്റ് ഒരു സ്റ്റോപ്പ് എടുത്തിരിക്കുകയാണ്. പക്ഷേ നമ്മൾ കാസിലിന് അവിടേക്ക് പോയപ്പോൾ അതിപ്പോൾ ക്ലോസ്ഡ് ആണെന്നാണ് കണ്ടത്. അപ്പോൾ നമുക്ക് കയറാൻ പറ്റിയില്ല. അപ്പം നമ്മൾ അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ കറങ്ങി നടന്നിട്ട് വീണ്ടും തിരിച്ച് ഡ്രൈവ് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. അങ്ങനെ കറങ്ങി നടക്കുമ്പോഴാണ് ഇവിടെ ഒരു ആർട്ട് എക്സിബിഷൻ നടക്കുന്നുള്ള ബോർഡ് കണ്ടത്. അപ്പോൾ നമ്മൾ അതിനകത്ത് കയറി. കൊള്ളായിരുന്നു. അത് നല്ലൊരു കോണ്ടെക്സ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. അതായത് ഈ ഏരിയയിലെ ലോക്കൽ ആർട്ടിസ്റ്റുകൾക്ക് അവരുടെ ആർട്ട് ഇവിടെ എക്സിബിഷൻ നടത്താം. അപ്പോൾ ആളുകൾക്ക് ഫ്രീ ആയി കയറി കാണാം. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ തന്നെ പൈസ കൊടുത്ത് അത് വാങ്ങിക്കുകയും ചെയ്യാം. അത് നല്ലൊരു ഇനീഷ്യേറ്റീവാണ്. അതായത് ലോക്കൽ ആർട്ടിസ്റ്റുകൾക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതൊരു വരുമാന മാർഗമാക്കുന്ന രീതിയിലുള്ളൊരു പരിപാടി. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പോൾ നമ്മളൊന്നും വാങ്ങിച്ചില്ല. നമ്മളെല്ലാം കണ്ട് കഴിഞ്ഞ് അവിടെ നിന്ന് പുറത്തിറങ്ങി. അതിനുശേഷം ഇവിടെ ഇങ്ങനെ കടൽ കയറി കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മൾ അവിടെ പോയി ഇരുന്ന് കുറേ സമയം സ്പെൻഡ് ചെയ്തു. നിറയെ ബോട്ടൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നല്ലൊരു പോസിറ്റീവ് വൈബുള്ള പ്ലേസ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങിയിട്ട് നമ്മളുടെ നേരത്തെ പറഞ്ഞ ഡെസ്റ്റിനേഷനായ ലാൻഡിനോയിലേക്ക് വീണ്ടും നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാൻഡിനോയിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ഒരു അടിപൊളി സെറ്റപ്പ് ആയിരുന്നു. ഒരു സൈഡിൽ അറ്റ്ലാന്റിക് സമുദ്രം, മറ്റേ സൈഡിൽ വലിയ മലനിരകൾ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലം, നല്ല റോഡും. നമ്മൾ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മലനെ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്തിട്ട് കുറേ ടണൽസ് വരും. നമ്മൾ ടണലിനുള്ളിൽ കൂടെ പോകും. അങ്ങനെ ടോട്ടലി ഒരു നല്ല വൈബായിരുന്നു അങ്ങോട്ടേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. പക്ഷേ ചെറിയൊരു പ്രശ്നം പറ്റിയത്, ഇപ്പോൾ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയി ഇറങ്ങുമ്പോൾ മഴയായിരിക്കും ഇല്ലയോ എന്ന് നമുക്കൊരു പേടിയുണ്ട്. പക്ഷേ മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായ സ്ഥലമാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പ്രത്യേകിച്ചും ടൂറിസ്റ്റുകളെ ഫോക്കസ് ചെയ്ത് നിർമ്മിച്ചതുപോലെ തന്നെയാണ് നമുക്ക് തോന്നുക. ഒരു കടൽ പാലം പോലെ ഇങ്ങനെ കടലിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പേസ് അങ്ങനെയൊക്കെ. പക്ഷേ നമ്മളിവിടെ വന്ന് ഇറങ്ങിയിട്ടും ഇനിയും മഴ നിന്നിട്ടില്ല. അപ്പോൾ മഴയായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. കൂടാതെ വൈകുന്നേരം ആയപ്പോൾ നല്ല തണുപ്പുമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഷോട്ടൊക്കെ എടുത്തു. അത് കണ്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. ഈ കടലിൻ്റെ ആ സൈഡിലുള്ള ആ ബിൽഡിങ്സ് നോക്കുക. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഡിസൈൻ ചെയ്ത ഒരേപോലെ ഒരുപാട് നീളത്തിൽ അങ്ങനെയും ബിൽഡിങ്സ് ഉണ്ട്. അവിടെ എല്ലാം മറ്റേ എക്സ്പെൻസീവായ സ്റ്റാർ ഹോട്ടൽസാണ് മെയിൻലി ടൂറിസ്റ്റുകളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി പിന്നീട് നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ ബിൽഡിങ്ങിൻ്റെ സൈഡിലൂടെ ഡ്രൈവ് ചെയ്യാൻ പോകുന്നുണ്ട്. അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കാനാണ് പ്ലാൻ. അപ്പോൾ നമുക്ക് ആ റോഡിലേക്കൊന്ന് പോയി നോക്കാം. ആ ബിൽഡിങ്സ് അടുത്ത് കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ ദൂരെ നിന്ന് കണ്ട ആ ബിൽഡിങ്സിൻ്റെ സ്ട്രീറ്റ്. ഒരു ടൂറിസം പ്ലേസ് എങ്ങനെയാണ് ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് എന്നുള്ളതിന് വളരെ നല്ലൊരു എക്സാമ്പിളായിട്ട് ഈ സ്ഥലം നമുക്ക് കാണാൻ പറ്റും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പാർക്കിംഗ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ പ്രോപ്പറായിട്ട് പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകൾ, അവിടുത്തെ ഒരു ഡിസിപ്ലിൻ എത്രത്തോളം ഉണ്ടെന്ന് നോക്കുക. കൂടാതെ ബിൽഡിങ്സിൻ്റെ കളർ സ്കീം ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും അങ്ങനെ ഒരു തരത്തിലും കുറ്റം പറയാൻ പറ്റാതെ, അല്ലെങ്കിൽ അതിന് വൃത്തികേടാക്കുന്ന രീതിയിൽ വേറൊന്നും കാണാത്ത വളരെ നല്ലൊരു സ്പേസ് ആയിരുന്നു. അതിലൂടെ അങ്ങനെ പതുക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്നത് തന്നെ വല്ലാത്ത ഒരു അനുഭവമായിരുന്നു. അപ്പോൾ നമ്മളതെല്ലാം എൻജോയ് ചെയ്ത് അങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇനി ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നേരെ റൂമിൽ പോയി കിടന്നുറങ്ങുക എന്നുള്ളതാണ്. നമ്മൾ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ലാഡുഡ്നോയിൽ നിന്ന് വെറും ഒരു 15 മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ എത്തുന്ന സ്ഥലത്താണ് നമ്മൾ ഓൾറെഡി ഇന്നത്തെ താമസം ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് പോവുകയാണ് ഇനി. അപ്പോൾ അവിടെ പോയി കിടന്നുറങ്ങി നാളെ രാവിലെ എണീറ്റ് നമ്മുടെ 5ാമത്തെ ദിവസത്തിൻ്റെ യാത്രകൾ തുടങ്ങും. അപ്പോൾ ആ യാത്രയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.